ഹാൾട്ടർ നെക്ക്, കോളർ നെക്ക്, ക്ലോസ്ഡ് നെക്ക്, ഹൈ നെക്ക് ഇങ്ങനെയുള്ള പാറ്റേൺസിലുള്ള ഡ്രസ്സുകൾ തയ്ക്കുമ്പോൾ അത് ചുരിദാർ ആയിക്കോട്ടെ, ബ്ലൗസ് ആയിക്കോട്ടെ, എന്ത് തരം ഡ്രസ്സും ആയിക്കോട്ടെ, അതിൻ്റെ കഴുത്തകലം എത്രത്തോളം എടുക്കണമെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ടുള്ള കാര്യമല്ലേ? പ്രത്യേകിച്ച് ബിഗിനേഴ്സിന്. നമ്മൾ സാധാരണ ഒരു നെക്ക് വെക്കുമ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ ഹാഫിൽ നിന്ന് കഴുത്തിറക്കത്തിനനുസരിച്ച് നമ്മൾ കുറച്ചുകൂടി മൈനസ് ചെയ്ത് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുള്ളൂ. പക്ഷേ ഇങ്ങനെ ക്ലോസ്ഡ് നെക്ക്, ഹൈ നെക്ക്, കോളർ നെക്കൊക്കെ നമ്മൾ തയ്ക്കുമ്പോൾ നമ്മുടെ ഹാഫ് ഓഫ് ദ ഷോൾഡർ എടുത്താൽ മതി. നമ്മുടെ ഷോൾഡറിൻ്റെ പകുതി മാത്രം എടുത്തിട്ട് നമ്മൾ അതിൽ നിന്നൊന്നും കുറക്കാൻ പാടില്ല. പക്ഷെ നെക്കകലം, അതായത് കഴുത്തകലം എത്രത്തോളം എടുക്കണമെന്ന് എല്ലാവർക്കും ഒരു സംശയമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പാറ്റേൺസിലുള്ള ഡ്രസ്സുകൾ തയ്ക്കുമ്പോൾ നമ്മുടെ കഴുത്തകലം എത്രത്തോളം എടുക്കണം എന്നുള്ളതാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോണത് കേട്ടോ. അതായത് നമ്മുടെ ടേപ്പ് എടുക്കുക. ആദ്യം തന്നെ നമ്മുടെ നെക്ക് സർക്കംഫറൻസ്, അതായത് നമ്മുടെ കഴുത്തിൻ്റെ റൗണ്ട് ഇല്ലേ, അതുകൊണ്ട് നമ്മൾ ഈ ടേപ്പ് കൊണ്ട് കഴുത്തിൻ്റെ റൗണ്ട് അളക്കുക. അത് ഇതുപോലെ കേട്ടോ, ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഇതുപോലെ നമ്മുടെ കഴുത്തിൻ്റെ റൗണ്ട് എടുക്കുക. ഇങ്ങനെ കഴുത്തിൻ്റെ റൗണ്ട് എടുക്കുമ്പോൾ നമ്മൾ എവിടെയാണ് നമ്മുടെ ആ പോയിന്റ്, സെൻറ്റർ പോയിന്റ്, നമ്മളിങ്ങനെ എടുത്തിട്ട് നമ്മുടെ സെൻറ്റർ പോയിന്റ് ഉണ്ടല്ലോ, അത് എത്രയാണെന്ന് നോക്കുക. ഇവിടെ 14 അതായത് എൻ്റെ കഴുത്തിൻ്റെ റൗണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് 14. അപ്പോൾ ഈ 14നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് ക്ലോസ്ഡ് നെക്ക് തയ്ക്കുമ്പോൾ എടുക്കേണ്ട കഴുത്തകലം കിട്ടും. അതായത് 14 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് 2.8 ആണ്. അപ്പോൾ എൻ്റെ കഴുത്തകലം, അതായത് ഞാനിപ്പോൾ ഒരു കോളർ നെക്കോ അല്ലെങ്കിൽ ഒരു ഹാൾട്ടർ നെക്കോ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് നെക്കോ ഒക്കെ തയ്ക്കുമ്പോൾ എനിക്ക് കഴുത്തകലം 2.8 എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ കഴുത്തിൻ്റെ സർക്കംഫറൻസിൻ്റെ ഒരു അളവാണ്. ഇതുപോലെ നിങ്ങൾ ഒരു ക്ലോസ്ഡ് നെക്കോ അല്ലെങ്കിൽ ഒരു കോളർ നെക്കോ ഒക്കെ തയ്ക്കുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളുടെ കഴുത്തിൻ്റെ അളവ് എടുത്തിട്ട് അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എടുക്കേണ്ട കഴുത്തകലം എത്രയാണെന്ന് നിങ്ങൾക്ക് കിട്ടും. നമ്മളിങ്ങനെ കഴുത്തകലം കറക്റ്റായിട്ട് എടുക്കാത്തതുകൊണ്ടാണ് നമ്മുടെ കഴുത്ത് എപ്പോഴും ഇങ്ങനെ ലൂസായിരിക്കുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ വരാറുള്ളത് കേട്ടോ. അപ്പോൾ ഒത്തിരി ബിഗിനേഴ്സ് ഇത് അറിയാത്തവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. ഇനി യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.